ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 4ാം ക്ലാസ്സിലെ മലയാളമാണ്. 4ാം ക്ലാസ്സിലെ മലയാളത്തിലെ 2ാമത്തെ യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. നമ്മൾ ആദ്യത്തെ യൂണിറ്റിലെ എല്ലാ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ലെ ഇനിയും മുന്നോട്ട് എന്ന യൂണിറ്റിലെ ആദ്യ പാഠം, ചേർത്ത് പിടിക്കാം എന്ന പാഠമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും പ്രവർത്തനങ്ങളും നമ്മൾ ഇന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനിയും മുന്നോട്ട്, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരും. നമ്മൾ ഒരു പ്രളയം അതിജീവിച്ചതാണ് കേരളം. ആ പ്രളയത്തിൽ അതുപോലെ ഒരു ദുരിതങ്ങളൊക്കെയാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ രക്ഷാപ്രവർത്തനവും അതൊക്കെയാണ് ഈ ചിത്രത്തിലുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആശംസ. പോവുക പേമാരിയുമിടിയും കൂസിയിടാതെ, കാവുകൾ പൂ ചൂടുന്നു കാത്തു നിൽക്കയാമോണം. വയലൂപ്പിള്ളിയുടെ ആശംസ എന്ന് പറയുന്ന ചെറിയൊരു കവിതയുടെ ഭാഗമാണിത് കേട്ടോ. അപ്പോൾ ഇതിനെ തുടർന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്കത് നോക്കാം. കാത്തു നിൽക്കയാമോണം എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അപ്പം കാത്തു നിൽക്കയാമോണം എന്ന് പറഞ്ഞാൽ ഓണം വന്നിട്ടില്ല, ഓണത്തിൻ്റെ മാസം ആയിട്ടില്ല. അപ്പം എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് നോക്കാം. കാത്തു നിൽക്കയാമോണം എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ആൻസർ, പേമാരിയും ഇടിയും മിന്നലും ദുരിതങ്ങളും നിറഞ്ഞ മാസമാണ് കർക്കിടകം. അതായത് കർക്കിടക മാസത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. ഇടിയും മിന്നലും ദുരിതങ്ങളും ആയിരിക്കും ഈ മാസത്തിൽ. ഈ ദുരിതങ്ങളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് കാവുകളും പരിസരങ്ങളും ഓണത്തെ വരവേൽക്കാൻ കാത്തു നിൽക്കുന്നു. അപ്പം ഈ കർക്കിടകം കഴിഞ്ഞ അടുത്ത മാസം ഏതായി? അടുത്തത് ഓണക്കാലമായി അല്ലേ? അടുത്ത ഓണത്തിൻ്റെ മാസം വരെയായി. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാം ഓണത്തെ വരവേൽക്കാൻ കാത്തു നിൽക്കുകയാണെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അടുത്തത് ഇതാണ് നമ്മുടെ ചാപ്റ്റർ, ചേർത്ത് പിടിക്കാം. അപ്പം നമുക്ക് നോക്കാം അല്ലേ. പേമാരിയും ഇടിയും മറ്റു കഷ്ടപ്പാടുകളും ഇടയ്ക്കിടയ്ക്ക് വന്നെന്നിരിക്കും. ഒന്നിച്ചു നിന്നാലേ അതൊക്കെ മറികടക്കാൻ കഴിയൂ. ഒന്നിച്ചു നിൽക്കണമെങ്കിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കണം. അതിനെന്താണ് ആദ്യം വേണ്ടത്? ഓക്കെ, അപ്പം ചേർത്ത് പിടിക്കാം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു ദുരിതകാലം എന്ന് പറയുമ്പോൾ കഷ്ടപ്പാടുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. നമുക്ക് ഈ മഴക്കാലം എപ്പോഴും എന്താണ്, ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല അല്ലേ? എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം, കഷ്ടപ്പാടുകൾ വരാം. അപ്പോൾ ഒന്നിച്ചു നിന്നാൽ മാത്രമേ നമുക്കതിനെയൊക്കെ മറികടക്കാൻ സാധിക്കുള്ളൂ. അതിനാദ്യം വേണ്ടത് എന്താണ്? എന്നിട്ട് അവരവിടെ കൊടുത്തിരിക്കുന്നത് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചിത്രത്തിൽ കാറ്റിൻ്റെ തലോടലും മഴയുടെ കുളിരും എനിക്ക് എന്തിഷ്ടമാണെന്നോ. അപ്പോൾ ആ കുട്ടിക്ക് ഇഷ്ടം എന്താണ്? കാറ്റിൻ്റെ തലോടൽ ഇഷ്ടമാണ്, മഴയുടെ കുളിർ ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. അടുത്ത ചിത്രം നോക്കൂ. അടുത്ത ചിത്രത്തിൽ ഇളവെയിൽ ചൂടും നിലാവിൻ്റെ തണുപ്പും മാറി മാറി പെയ്തിറങ്ങുന്ന ഈ ഭൂമിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ വെയിലും തണുപ്പും എല്ലാം, മഴയും എല്ലാം ഈ കുട്ടി ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയണത്. അടുത്തത്, കടലും ആകാശവും കണ്ടുകണ്ട് എനിക്ക് കൊതി തീരാറില്ല. അടുത്തത് കടൽ കാണിക്കുന്നുണ്ട്, ആകാശം കാണിച്ചിട്ടുണ്ട്. അതൊന്നും കണ്ട് എനിക്ക് കൊതി തീരുന്നില്ല, അതിനെയും ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അടുത്തത്, കുയിലിൻ്റെ പാട്ട് എൻ്റെ കാതിനൊരു തേന്മഴയാണ്. കുഞ്ഞിപ്പൂച്ചയോടൊപ്പം കളിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ മറക്കും. അപ്പോൾ കുയിലിൻ്റെ പാട്ട് ഈ കുട്ടിക്ക് ഇഷ്ടമാണ്, അതുപോലെ പൂച്ചേനെ ഇഷ്ടമാണ്, പൂച്ചയോട് കളിക്കാൻ ഇഷ്ടമാണ്. അടുത്തത് ഒരു കുളമാണ്. കുളത്തിലെ മീനിൻ്റെ നൃത്തവും പൂക്കളുടെ മഴവിൽ ചന്തവും പൂമ്പാറ്റയുടെ തുള്ളിക്കളിയും എന്തുമാത്രം ഇഷ്ടമാണെന്നോ എനിക്ക്. അപ്പോൾ കുളം ഇഷ്ടമാണ്, കുളത്തിലെ മീൻ ഇഷ്ടമാണ്, പൂക്കൾ ഇഷ്ടമാണ്, മഴവിൽ ഇഷ്ടമാണ്, പൂമ്പാറ്റയുടെ കളി ഇഷ്ടമാണ്. അപ്പോൾ എല്ലാം ഇഷ്ടമാണ് ഈ കുട്ടിക്ക്. ഓക്കെ, അടുത്തത് ഒരു പുസ്തകം വെച്ച് കിടക്കുന്നുണ്ട് അല്ലേ. പുസ്തകങ്ങൾ എനിക്ക് ജീവനാണ് പഴങ്ങളെ പോലെ. അപ്പോൾ പുസ്തകങ്ങളും ഇഷ്ടമാണ് ഈ കുട്ടിക്ക്. അമ്മ, അച്ഛൻ, ചേട്ടൻ, ചേച്ചി, അനുജൻ, അനുജത്തി, കൂട്ടുകാർ, നാട്ടുകാർ ഇഷ്ടം. എല്ലാവരെയും എനിക്കിഷ്ടമാണ്. അമ്മേനെ ഇഷ്ടമാണ്, അച്ഛനെ, ചേട്ടനെ, ചേച്ചിയെ, അനുജനെ, അനുജത്തിയെ, കൂട്ടുകാരെ, നാട്ടുകാരെ എല്ലാം എനിക്കിഷ്ടമാണ്. ഈ ലോകത്തെ മുഴുവൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇഷ്ടം അതാണ് ആദ്യം വേണ്ടതെന്നാണ് കേട്ടോ ഇതിലിപ്പോൾ നമ്മൾക്ക് ഒരു പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 3 ക്വസ്റ്റ്യനാണ് ഇതിലുള്ളത്, 3ഉം നമ്മൾ ഇന്ന് ചെയ്യുന്നതായിരിക്കും. ആദ്യത്തെ, ടീച്ചർ വായിച്ചു തന്ന അനിഷ്ടം എന്ന കഥയിലെ സോനയും
ഇഷ്ടം എന്നതിലെ കുട്ടിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അനിഷ്ടം എന്ന കഥയിലെ സോനയ്ക്ക് എല്ലാത്തിനോടും ദേഷ്യമാണ്. ഇഷ്ടം എന്നതിലെ കുട്ടി എല്ലാ അനുഭവങ്ങളെയും ഇഷ്ടപ്പെടുകയും സ്നേഹപൂർവ്വം ചേർത്ത് പിടിക്കുകയും സന്തോഷത്തോടെ പെരുമാറുകയും ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മഹാകവി വള്ളത്തോൾ ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയ എൻ്റെ ഗുരുനാഥൻ എന്ന കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതവിടെ ഒരു കവിത തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർന്നിട്ടാണ് നമുക്ക് എന്താണ് ഇത് ചെയ്യേണ്ടത്. മഹാകവി വള്ളത്തോളിൻ്റെ വരികളും ഈ കവിതയിലെ വരികളും സമാന ആശയമാണ് നൽകിയിരിക്കുന്നത്. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ തറവാട് ആണ്. ഇവിടുത്തെ പുല്ലുകളും പുഴുക്കളും എല്ലാം ഗാന്ധിജിയുടെ കുടുംബാംഗങ്ങളാണ്. ജീവജാലങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ തുല്യരാണ്. ഇതേ ആശയം തന്നെയാണ് ഈ പാഠഭാഗവും നമുക്ക് നൽകുന്നത്. ഈ മഹാകവി വള്ളത്തോളിൻ്റെ ക്വസ്റ്റ്യൻ അതിൽ ഇൻകംപ്ലീറ്റ് ആണ്, ഇവിടെ ഉണ്ട് കേട്ടോ. മഹാകവി വള്ളത്തോൾ ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയ എൻ്റെ ഗുരുനാഥൻ എന്ന കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ലോകമേ തറവാട്, തനിക്ക് ഈ ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ. ഈ വരികളും പാഠത്തിലെ ചിത്രങ്ങളും വരികളും തമ്മിൽ ചേർത്ത് വായിക്കൂ, കണ്ടെത്തിയ കാര്യങ്ങൾ പങ്കുവയ്ക്കൂ. ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ ഈ വായിച്ചത്. അതിൽ ക്വസ്റ്റ്യൻ ഇവിടെ ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ടാണ് അവിടെ വായിച്ചത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, മഹാകവി വള്ളത്തോളിൻ്റെ വരികളും ഈ കവിതയിലെ വരികളും ഒരേ ആശയമാണ്, സമാന ആശയമാണ് നൽകിയിരിക്കുന്നത്. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ തറവാടാണ്. ഇവിടുത്തെ പുല്ലുകളും പുഴുക്കളും എല്ലാം ഗാന്ധിജിയുടെ കുടുംബാംഗങ്ങളാണ്. ജീവജാലങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ തുല്യരാണ്. ഇതേ ആശയം തന്നെയാണ് ഈ പാഠഭാഗവും നമുക്ക് നൽകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇവിടെ ഫുള്ളായിട്ടില്ല, അതിലുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മറ്റേതൊക്കെ ഇഷ്ടങ്ങൾ പറയാനുണ്ട്? ഓരോ ഇഷ്ടവും എഴുതി യോജിച്ച് ചിത്രം വരയ്ക്കൂ. അപ്പം നമുക്ക് ഇഷ്ടം എന്നതിൽ നമ്മൾ ഒരുപാട് ഇഷ്ടങ്ങൾ കണ്ടൂല്ലേ കുട്ടിയുടെ, അതുപോലെ നിങ്ങളുടെ ഇഷ്ടങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പം ഞാനിവിടെ 3 ഇഷ്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളോട് ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ചിത്രമായിട്ട് തന്നെ വരയ്ക്കുക. അപ്പം ആദ്യത്തെ ചിത്രം നോക്കാം. എനിക്ക് പൂക്കളെയും ചെടികളെയും കാണുന്നത് വളരെ ഇഷ്ടമാണ്. അടുത്ത ചിത്രം, മഴവില്ലിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വളരെ ഇഷ്ടമാണ്. അടുത്ത ചിത്രം, രാത്രി ആകാശത്ത് തെളിയുന്ന നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും നോക്കി നിൽക്കാൻ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചേർത്ത് പിടിക്കാം എന്ന പാഠത്തിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററാണുള്ളത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ചിലപ്പോൾ കമൻറ്റിലൂടെ അറിയിക്കാൻ പറ്റുന്നില്ല എങ്കിലും നമ്മളിടുന്ന പോസ്റ്റിൻ്റെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.